على النبي ذخيرتي وهم إليه وسيلتي أرجو بهم التعوض بيد اليمين صحيفتي. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാഫി നമ്മുടെ മദ്ഹബിന്റെ മകളാണ്. നബിന്റെ കുടുംബം നല്ല സൂക്ഷിപ്പുറത്താണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനുള്ള മഹബത്ത് എത്ര കണ്ട് കൂടുണ്ടോ അത്ര കണ്ട് അവർക്ക് വെള്ളം. നേരെ മറിച്ച് അവരെ തൊട്ട് കളിച്ചാൽ ഓന്റെ കാത്തിമത്തായിരിക്കും. അവസാനം കാഫായിട്ട് ചത്തുപോകും. നഊദുബില്ലാഹു കാക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനൊരു ബർക്കത്തിന് പറഞ്ഞതേ ഉള്ളൂ. പറയാനുള്ള ആളുകളുടെ പറയാം. പിന്നെ തുബ്ബയിലെ കഥകളെല്ലാം പറഞ്ഞ അങ്ങനെ നേരം വെളുത്തു വരെ റസൂൽ എത്രയോ മുമ്പ് കൊല്ലം മുമ്പ് ഒരു തുബ്ബയോ ഖുർആനിൽ പറഞ്ഞാലല്ലേ തുബ്ബയിൽ മക്കളിൽ മദീനത്ത് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് നശിപ്പിച്ചാണ് ഞാൻ വന്നു. എന്നിട്ട് അവനിക്ക് എന്ത് കഴിഞ്ഞു? നല്ലത് കഴിഞ്ഞോ? നേരെ മറിച്ചുകൊണ്ട് എടുത്ത് ഒരു മനുഷ്യനും പെണ്ണുങ്ങൾക്കും കുട്ടിയും കൂടി അടുക്കാത്ത ഒരു ദുർഗന്ധം പോകാൻ വേണ്ടി ആര് തീർച്ചിട്ടും മാനില്ല. ഒടുവിലെന്തായി? ഒടുവിൽ അവൻ്റെ ഭാര്യ മക്കളും കൂടി എടുക്കാനായി. അപ്പോൾ ഒരു ഫക്കീർ ഒരു സാധു മനുഷ്യൻ പറഞ്ഞു, എടോ നിന്റെ ഈ സോക്കുന്നൊന്നും പാടില്ല. നീ എന്തുദ്ദേശിച്ചൊന്ന് ആ ഉദ്ദേശം മാറ്റി ചേർത്ത് മടങ്ങിക്കണോ. ആഹ്ലമാനിൽ വീണ്ടും നബി വരണം. ആ നബി വരണേന് അള്ളാന്റെ ഹിക്മത്ത് നമുക്ക് ചെയ്യോ. റസൂല് മദീനയിലേക്ക് ഹിജറ വരാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ എല്ലാവരും പറയണിച്ചു. ഒരാളൊന്നും അണിയില്ല. എല്ലാവരും ഭംഗിയാക്കിയാൽ പോയി എന്റെ റസൂലിന്റെ പരേല് വരാലോ. എന്റെ അത്ര എളിയ ഈ മാബൈന ലാഭത്തിൽ മദീന, മദീനത്തിൽ രണ്ട് അതിർത്തിന്റെ ഇടയിലുള്ള ഒറ്റ കുട്ടിയില്ല. അതുകൊണ്ട് ഞാനതിന് മെനക്കെട്ട് കാര്യമില്ല. അള്ളാഹു എന്റെ പരേല് വരില്ല. ഈ തുബ്ബ എടുത്തുണ്ടാക്കിയ പൊരന്റെ താക്കോൽ ഒടുവിൽ ആരേലും ആ പറഞ്ഞ സഹാബി അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്. അള്ളാന്റെ ഹിക്മത്ത് നോക്ക്. ആ അബൂ അയ്യൂബ് അൽ അൻസാരി അങ്ങനത്തെ ഒരു ശത്രുവിനെ കൊണ്ട് അള്ളാഹു ഉണ്ടാക്കി എത്രയോ കൊല്ലം മുമ്പ്. ഇതൊക്കെ പറയുകയാണെങ്കിൽ നീണ്ടുപോകില്ലേ? അതൊക്കെ ഒരു മജീസരിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയുമോ? നമുക്ക് വേണ്ട കലാമിമ കല്ലവതല്ലാണ് കുറഞ്ഞ സംസാരം. അതുകൊണ്ട് ആളുകൾക്ക് അനുഭവം ചെയ്യണം. അനുഭവം ചെയ്യേണ്ട പണി നല്ല അള്ളാഹുവിനോട് ഖാലിസായ ഖലാസുള്ള വാക്കാണ്. ഈ മഹാനവറുകൾ ആരാണ്? ഇവർ കാമിലൊന്നല്ല പറയുന്നത്. ഈ ഹയാലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വലിയ മനസ്സിലാണ് മുക്കമ്മലും മുക്കമ്മിലുമാണ്. എല്ലാ കമാലിന്റെ വസ്തുവുള്ള ആളാണ്. അതിനോടുകൂടെ മറ്റുള്ളവരെ കമാൽ ഉണ്ടാക്കി തീർക്കുന്ന ആളുമാണ്. അതാണ് ഇതിനർത്ഥം. ഖയാലിയിലുണ്ട്. നിങ്ങൾ മറച്ചു നോക്ക്. നല്ല ഖയാലിയുണ്ട്. ഞാൻ പഠിക്കാം. കുട്ടികൾ പോയി കൊടുക്കാം. അപ്പൊ അങ്ങനത്തെ ആ കാമ്പിലും മുക്കമ്പലുമായ ആളുകൾ കുറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ഇവരൊക്കെ ഇപ്പം അതോർത്ത് ആളവിടെ കിട്ടാനല്ലോ. അതുകൊണ്ട് അവരെ ഒർക്കത്തുണ്ടെങ്കിൽ അള്ളാഹു നമ്മളാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. വാക്ക് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എനിക്കൊരാൾക്കല്ല, എല്ലാവർക്കും തന്നെ ആ കൂട്ടത്തിലൊന്ന് കുറേ ആവശ്യമുണ്ടാകാനും കുറേ മുതലുണ്ടാകാനൊന്നുമല്ല. എനിക്ക് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. പൂർണ്ണമായി മരിക്കുമ്പോൾ കൽബിലെന്തണം. എന്നിട്ട് ഹിദായത്ത് കൊണ്ട് കൽബിലെങ്കിൽ അള്ളാഹുവിൽ പൂർണ്ണമായ ബന്ധമുണ്ടായിട്ട് മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതിന് ഞാൻ വസിയത്ത് ചെയ്തുകൊണ്ട് എല്ലാവർക്കും വാക്ക് അവസാനിപ്പിക്കുന്നു. വാഖു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.